ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ ഉന്നതതല മധ്യസ്ഥതയ്ക്ക് സർക്കാർ നീക്കം. ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെടുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. മധ്യസ്ഥ ചർച്ചയിലൂടെ ഉണ്ടാകുന്ന ധാരണ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നും സത്യവാങ്മൂലം. അതേസമയം എറണാകുളം പിറമാടം സെയിന്റ് ജോൺസ് ബാത്ലഹേം പള്ളി പോലീസ് ഏറ്റെടുത്തു. വിഷ്ണു സുരേഷ്, വിനിത വിജി എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ഇതിപ്പോൾ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. ശുഭപ്രതീക്ഷയിലേക്ക് പോകാമോ? അത്തരത്തിലൊരു പ്രതീക്ഷയാണ് സർക്കാർ പങ്കുവെക്കുന്നത്. ഉന്നതതല മധ്യസ്ഥതയ്ക്ക് സർക്കാർ പങ്കുവയ്ക്കുമെന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടും. ഇരു വിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി ശ്രമം നടത്തിയിട്ടുണ്ട്. സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ കൂടിക്കാഴ്ച നടത്തും. ഒരു നൂറ്റാണ്ടായി ഇതിന്റെ ഒരു തർക്കം തുടരുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഇടപെടലൊക്കെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ആ ചർച്ചകളൊക്കെ തടുത്തുപോയിരുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കുകയാണ് ഇത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച സർക്കാർ മുൻകൈ എടുക്കുന്നു. ഇനിയിപ്പോൾ സഭയുടെ പ്രതികരണം ഇതിൽ എന്താണ് എന്നാണ് അറിയാനുള്ളത്. എന്തായാലും നേരത്തെ പ്രാഥമികമായൊക്കെ സഭാ നേതൃത്വമൊക്കെ പറഞ്ഞത് സർക്കാർ മുൻകൈ എടുക്കുന്നെങ്കിൽ അത് നല്ല കാര്യമെന്നാണ്. നേരത്തെ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമൊക്കെ ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു. എന്താണ് ഈ പുതിയ സർക്കാർ നീക്കത്തോട്? എന്തായാലും കോടതിയിൽ തന്നെ സത്യവാങ്മൂലം സർക്കാർ നൽകിയിരിക്കുകയാണ്. അതിനോട് ഏത് രീതിയിൽ ഇനി സഭാ നേതൃത്വം പ്രതികരിക്കുമെന്നുള്ളത് നിർണായകമാണ്. അതിനിടെയാണ് ഈ പിറമാടത്തെ ഈ തർക്കം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ഇടം പിടിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിശ്വാസികൾ പള്ളിക്കകത്ത് തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് നടപടി അവിടെ ഉള്ളത്. അവിടെ പിറമാടം സെയിന്റ് ജോൺസ് ബത്ലഹേം പള്ളി പോലീസ് നിലവിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വിനീത വിജിയിലേക്ക് കൂടി പോകുന്നു. വിനീത, ഈ പിറമാടത്തെ പള്ളിത്തർക്കം അത് പെട്ടെന്ന് എന്താണ് ഈ രീതിയിൽ ഈ വിശ്വാസികൾ ഈ പള്ളിക്കകത്തൊക്കെ വന്ന് ഈ രീതിയിലുള്ള വെല്ലുവിളിയും അപ്പം തമ്മിൽ തല്ലൊക്കെ നടത്താനുള്ള കാരണം? പ്രജിൻ, ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവർക്കും അവിടെ ആരാധന നടത്താമെന്ന കോടതി ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവിന് പിന്നാലെയാണ് വിശ്വാസികളും വൈദികരും പള്ളിയിലേക്ക് പ്രാർത്ഥന നടത്താനായി എത്തിയിരുന്നത്. അവിടെ എത്തിയപ്പോൾ മറ്റു വിഭാഗത്തിന്റെ യാക്കോബായ വിഭാഗക്കാർ അവിടെ പ്രാർത്ഥന നടത്തുകയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അവിടെ പ്രാർത്ഥന നടത്താൻ സൗകര്യം ഒരുക്കണമെന്നും ഈ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും പിന്നീട് സംഘർഷത്തിലേക്കും നീങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സംഘർഷം പിന്നീട് വലിയ കയ്യേറ്റങ്ങളിലൊക്കെയായി മാറുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വൈദികരെ പോലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വൈദികരെ പോലും പരസ്പരം കയ്യേറ്റം ചെയ്യുന്നതായി അടക്കമുള്ള പരാതികൾ കൂടി ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഏതാണെങ്കിലും ഈ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം പള്ളി പോലീസ് ആ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന വിവരം കൂടിയാണ് ലഭ്യമാവുന്നത്. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ സമാധാന കാര്യങ്ങൾ മറ്റും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ചർച്ചകൾ കൂടി നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ നേരത്തെ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന പള്ളി കൂടിയാണ് അത്. അതിന് പിന്നാലെ ഈ ആരാധന നടത്താമെന്ന് ഒരു കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടാവുകയും അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികളും വൈദികരും പ്രാർത്ഥന നടത്താനായി പള്ളിയിലെത്തുകയും അവർക്ക് പ്രാർത്ഥന നടത്താൻ സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പിന്നാലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഒരു വാക്കേറ്റത്തിലേക്കും പ്രജൻ സൂചിപ്പിച്ചതുപോലെ ആ പ്രാർത്ഥന നടത്തുന്ന പള്ളിക്കുള്ളിൽ പോലും വലിയ സംഘർഷത്തിലേക്കും മറ്റും പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രജൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.